അപ്പം നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ലോഗ് ഉണ്ടല്ലോ. ഇത് നമ്മൾ ശരിക്കും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പാണേ. സ്ഥലം എവിടെയാണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ കയറിയത് ബേക്കറിയിലോട്ടാണ് കേട്ടോ. എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടതാണ് ഈ കിൻഡർ ജോയുടെ ഡ്യൂപ്പ് വെർഷൻ, ഈ അഡിഡാസ് അബീബാസ് ഒക്കെ പോലെ നമ്മൾ കണ്ട് വാങ്ങിച്ചു. അതിൻ്റെ അത്ര കുഞ്ഞു കളിപ്പാട്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഈ സ്നാക്ക് ഒട്ടും കൊള്ളൂലായിരുന്നു, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനൊരു പൈനാപ്പിൾ ജാം റോൾ വാങ്ങിച്ചു. പക്ഷെ ഞാൻ അപ്പോഴാണ് ചതി മനസ്സിലാക്കിയത്, അതിലൊരു പ്രാണി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് പോയ സമയത്ത് എനിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നല്ലവനായ സുഹൃത്ത് എന്നോട് നടക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നടക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ വന്നത് ചിത്രാൽ ജെയിൻ ടെമ്പിളിലാണ്. ഇത്രയും നാളായിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ട് പോലും ഞാൻ ഇതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഫീഡ് മൊത്തം ഈ ചിത്രാൽ ജെയിൻ ടെമ്പിളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. പക്ഷെ ഗായ്സ്, ഒരിക്കലെങ്കിലും ഇവിടെ പോയി കാണണം കേട്ടോ. എന്ത് രസമാണെന്നറിയാം. എനിക്ക് പണ്ട് ഇങ്ങനെയുള്ള കാട് മല കുന്നൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ബീച്ചായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ. ശരിക്കും അവിടെ ചെന്ന് ഓരോ കാര്യം കാണുമ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയി. കാരണം ഭയങ്കര രസമാണ് ഓരോ സ്ഥലവും കാണാൻ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സേവ് ദ ഡേറ്റ് ഞാനിത് നേരത്തെ അറിഞ്ഞതെങ്കിൽ ഇവിടെ വന്ന് എടുക്കുമായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഈ സ്ഥലം മിസ് ചെയ്തല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി അവിടെ ചെന്ന സമയത്ത്. ഫോട്ടോസ് എടുക്കുന്നവർക്ക് മസ്റ്റായിട്ട് നിങ്ങളവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം പോയി ഇരുന്ന് കേട്ടോ. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചത് നല്ല വെയിലായിരിക്കും, പക്ഷെ വെയിലുണ്ടായിരുന്നെങ്കിലും അധികം ചൂടെടുത്തില്ല. നമുക്ക് നല്ലൊരു ചെറിയ കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഈവനിങ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് മുകളിലേക്ക് പോയപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നേ. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. പക്ഷേ സത്യമായിട്ട് ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട്. പിന്നെ അതിനുശേഷം ഞെട്ടെന്നോ ഇങ്ങനെ എന്തോ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇതും ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, എങ്ങനെയൊക്കെ വന്ന് കുറേ ഇരിക്കണം എന്ന്. എനിക്ക് അന്നത്തെ ഡേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഫംഗ്ഷനൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ വന്നത് ശാസ്തമംഗലത്തുള്ള ഒരു കഫേയിലാണ്. ഞാൻ സ്ഥിരം വരുന്നൊരു കഫേയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഫേയാണ്. അവിടുന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഗാർലിക് ബ്രെഡും കഴിച്ചു. അവിടുത്തെ ഗാർലിക് ബ്രെഡ് എനിക്ക് അന്ന് ഇഷ്ടമല്ല. അവരോട് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അവർ ക്യാഷ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ക്യാഷ് കൊടുത്തു. അടുത്ത തവണ വരുമ്പോൾ അവരതിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.